2025 കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUT UG പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടേൺ ടു ലേൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്ന സെഷനാണ്. ടേൺ ടു ലേൺ CUT UG പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള PYQ ഡിസ്കഷൻസ് ഓൾറെഡി പല വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഡൊമൈൻ സബ്ജക്റ്റുകളാണ് നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ ബയോളജി ആയിരുന്നു. ഇന്ന് നമ്മൾ CUTയുടെ UG 2025 PYQ ഡിസ്കഷനിൽ പൊളിറ്റിക്കൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ കൊമേഴ്സ് സ്ട്രീമിലുള്ള കുട്ടികൾക്കുള്ള പൊളിറ്റിക്കൽ സയൻസ് ഒട്ടുമിക്ക ആൾക്കാരും ഓപ്റ്റ് ചെയ്യുന്ന, അതായത് കോമൺ BA ഡിഗ്രിയിൽ ഒട്ടുമിക്ക ആൾക്കാരും ഓപ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ഒട്ടുമിക്ക ആളുടെയും ഒരു ആർട്സ് സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോമൺ ഡിഗ്രി കോഴ്സിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നവരെ ഓപ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ്. ഒരു +2 പൊളിറ്റിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് പോലും ഇത്തരത്തിലുള്ള PYQ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ ഒരു ബേസിക് നേടാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ CUTയുടെ പൊളിറ്റിക്കൽ സയൻസ് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ടെക്നിക്ക്, എലിമിനേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. 2022 ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും പൊളിറ്റിക്കൽ സയൻസ് ഡൊമൈൻ സബ്ജക്റ്റിൽ വന്നിട്ടുള്ള മാച്ച് ദ ഫോളോയിങ്സും അറേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ബോർഡ് എക്സാമിന് പൊളിറ്റിക്കൽ സയൻസ് +2 നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ചോദിച്ചിട്ടുള്ള മാച്ച് ദ ഫോളോയിങ്സും അല്ലെങ്കിൽ ക്രോണോളജി ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് തന്നെയാണ് CUTയുടെ എക്സാമിലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ കറക്റ്റ് സീക്വൻസ്. അപ്പോൾ ക്രോണോളജിയിൽ ആ സീക്വൻസിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നാണ്. ഒന്ന്, ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ASEAN ആണ്. ചൈന ടേക്ക് ഓവർ ടിബറ്റ്, ഓപ്പൺ ഡോർ പോളിസി അഡോപ്റ്റഡ് ഇൻ ചൈന, എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ, ദെൻ യൂറോപ്യൻ യൂണിയൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, സീക്വൻസ് അല്ലെങ്കിൽ കറക്റ്റ് ഓർഡർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നിക്കാണ് നിങ്ങൾക്ക് അറിയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലോജിക് അനുസരിച്ച് ഏതായിരിക്കും ഫസ്റ്റ് നടന്നിട്ടുണ്ടാവുക എന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സീക്വൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ നമ്മൾ സാധാരണഗതിയിൽ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന 1939 അത് അവസാനിക്കുന്നത് 1945. അപ്പോൾ ഇത് 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്കറിയാം എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ എന്നുള്ളത് 1945 ആണ് എൻഡ് ഓഫ്. അപ്പോൾ അതിനുശേഷമുള്ളതായിരിക്കും ബാക്കിയുള്ളതെല്ലാം എന്നുള്ള ഒരു അസ്യൂം ചെയ്ത് നോക്കിയാണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സീക്വൻസിൽ നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ ആണ് ഫസ്റ്റ് ആയിട്ട് വരിക എന്നുള്ളത്. ബാക്കിയുള്ള ASEAN ആണെങ്കിലും 1950ക്ക് ശേഷമാണ്. ദെൻ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും 1950ക്ക് ശേഷമാണ്. അപ്പൊ ആ ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സംഭവിച്ചിട്ടുള്ളത് D എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ D ഫസ്റ്റ് വരുന്ന 2 ഓപ്ഷനുകളുള്ളൂ, ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ 1 നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, ഓപ്ഷൻ 1 ഒരിക്കലും വരൂല എന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ ഓപ്ഷൻ 3യും ഒരിക്കലും ആൻസർ വരൂല. അപ്പൊ ബാക്കിയുള്ള 50-50 ചാൻസ് ആണ് 2, 4 ഇതിൽ ഏതായിരിക്കും. ദെൻ A എന്നുള്ളതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ASEAN ആണ് 2 വന്നിട്ടുള്ളത്. അതായത് D ഫസ്റ്റ്, ദെൻ ASEAN സെക്കൻഡ്. ഒരിക്കലല്ല, ASEAN 1967 ASEAN സ്ഥാപിതമാവുന്നത്. 1967 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ASEAN വരുന്നത്. അപ്പോ സെക്കൻഡ് ഓപ്ഷൻ ഒരിക്കലും ASEAN ആവില്ല. ചൈന ടേക്ക് ഓവർ ടിബറ്റ്. ഓക്കെ, 1950 മുതലാണ്, അതായത് 1949 ചൈന ഒരു
ലിബറേറ്റഡ് ആയിട്ട് മാറിയതിനു ശേഷം 1950 ചൈന ടേക്ക് ഓവർ ടിബറ്റ്. അപ്പോ DB എന്നുള്ള സീക്വൻസ് ആണ്, അതായത് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ അടുത്തതായിട്ട് സീക്വൻസിൽ സംഭവിക്കുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആസിയാൻ ആണ്. അപ്പൊ ചൈനയുടേത് നമ്മൾ പറഞ്ഞു, ഓക്കെ, 1950 ചൈന ടേക്ക് ഓവർ ടിബറ്റ്. ദെൻ തേർഡ് സംഭവിക്കുന്ന ആസിയാന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് 1967 ആണ്. ദെൻ ഫോർത്ത് ആയിട്ട് സംഭവിക്കുന്ന ഓപ്ഷൻ സി ആണ്, ഓപ്പൺ ഡോർ പോളിസി. ഓപ്പൺ ഡോർ പോളിസി ചൈനയിൽ അഡോപ്റ്റ് ചെയ്യുന്നത് 1978 ആണ്, 1978 ഓക്കെ. ദെൻ 1993 ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സീക്വൻസിൽ ഒപ്പയർ ചെയ്യുന്നത് 1993 യൂറോപ്യൻ യൂണിയൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് 1993. ഓക്കെ, അപ്പോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, DBACE എന്നുള്ളതാണ് സീക്വൻസ് വരുന്നത്. ഇത് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച്, ഇതാണ് ഇതിന്റെ ട്രിക്ക്, ഇതാണ് സ്ട്രാറ്റജീസ്, ഇതാണ് എല്ലാം നടന്നിട്ടുള്ള ഇൻസിഡൻസിന്റെ ഇയറും അതുപോലെ തന്നെ അതിന്റെ ക്രമവും പഠിച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ലോജിക്ക് കറക്റ്റ് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ലോജിക്ക്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലും ഇതേ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കണ്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ മാച്ച് ദ ലിസ്റ്റ്. +2 ബോർഡ് എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ മാച്ച് ദ ഫോളോയിങ്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഇൻഫിനിറ്റി റീച്ച്, എൻഡ്യൂറിംഗ് ഇറാഖ് ഫ്രീഡം, ഓക്കെ, എൻഡ്യൂറിംഗ് ഫ്രീഡം ആൻഡ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഇതിന്റെ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ സമയത്ത് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് അറിയുന്നത് 1998 ഉണ്ട്, 1990 ഉണ്ട്, ദെൻ 2003 ഉണ്ട്, 2001 ഉണ്ട്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇറാഖി ഇൻവാൻഷൻ ആണ്, അമേരിക്കന്റെ ഇറാഖ് അധിനിവേശമാണ്. അത് നടന്നിട്ടുള്ള വർഷം 2003 ആണ്. അപ്പൊ ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്, അഥവാ 2003 നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ D3 വരുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് റൈറ്റ് ആൻസർ. നമുക്ക് ബാക്കിയുള്ള ഡേറ്റും അല്ലെങ്കിൽ ഇയറും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതിൽ ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ എൻഡ്യൂറിംഗ് ഫ്രീഡം വരുന്നത് 2001 ഓക്കെ, D3, അതുപോലെ തന്നെ 4D. ദെൻ ഡെസേർട്ട് സ്റ്റോം വരുന്നത് 1990 ഫസ്റ്റ് ഗൾഫ് വാറിനെ ഇതാണ്. ഇൻഫിനിറ്റി റീച്ച് വരുന്നത് 1998 ആണ്. ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് D3 വരുന്ന ഓപ്ഷൻ, ഒരേ ഒരു ഓപ്ഷന് 4 ആണ്, അതുകൊണ്ട് തന്നെ 4 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ മുഴുവൻ സീക്വൻസ് അറിഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ മുഴുവൻ ഇയർ അറിഞ്ഞിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഇയർ അറിയുന്നത് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ആ ഓപ്ഷനിൽ അതുപോലെ വരുന്നതാണെങ്കിൽ അത് 2 മാത്രം മാർക്ക് ചെയ്യുക, ബാക്കിയുള്ളതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, എന്നിട്ട് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് ലോജിക് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം, മാർഷൽ പ്ലാൻ. എന്താണ് മാർഷൽ പ്ലാൻ എന്നുള്ളത്? സെക്കൻഡ് പാർട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൽ ഉള്ളതാണ്. സൗത്ത് ഏഷ്യൻ ട്രേഡ് ആക്ട് ആണ്, അല്ല, തെറ്റാണ്. മാർഷൽ പ്ലാൻ അതല്ല. ഇന്റർനാഷണൽ ഫോറം ഫോർ വാർ ക്രിമിനൽസ്, തെറ്റാണ്. അമേരിക്കാസ് മാസീവ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു, ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. അമേരിക്കയുടെ മാസീവ് ഫിനാൻഷ്യൽ ഹെൽപ്പാണ്, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്. പിന്നെ അടുത്തൊരു ചോദ്യം, ഫുൾ ഫോം ഓഫ് OECD. ഓക്കെ, OECD എന്നുള്ളത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ ആസിയാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. 1967 ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആസിയാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓഫ് 1967 ആണ്. ദെൻ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് IPKP വാസ് സെൻഡ് ടു ശ്രീലങ്ക. രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്താണ്. ഇത് സാധാരണഗതി 2 തരത്തിൽ ചോദിക്കാറുണ്ട്. എന്നാണ് സെൻഡ് ചെയ്തത്, എന്താണ് അതിനെ വിഡ്രോ ചെയ്തത് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോ ഇതിനെ സെൻഡ് ചെയ്തിട്ടുള്ളത് 1987 1987
പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ശ്രീലങ്കയിലേക്ക് രാജീവ് ഗാന്ധി ഗവൺമെന്റ് അയച്ചിട്ടുള്ളത്. ദെൻ വിഡ്രോ ചെയ്തിട്ടുള്ളത് 1989 ആണ്. അപ്പോൾ സെൻഡ് ആണോ വിഡ്രോ ആണോ എന്നുള്ളത് ശരിക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെ അയച്ചിട്ടുള്ളത് 1987 വിഡ്രോ ചെയ്തിട്ടുള്ളത് 1989. നമുക്കറിയാം ഇതിനുശേഷം ഈ ഒരു നടപടിയാണ് രാജീവ് ഗാന്ധിയുടെ ജീവൻ പോലും അപഹരിക്കാനുണ്ടായിട്ടുള്ള കാര്യം. ദെൻ ഫസ്റ്റ് പാഠത്തിൽ നിന്ന് ഉള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റത്തെ ആ പാർട്ട് ക്വസ്റ്റ്യൻസ്, അതായത് കോൺഗ്രസിന്റെ ആദ്യ 3 ഇലക്ഷനിൽ കോൺഗ്രസിന്റെ മേധാവിത്വത്തിന്റെ കുറിച്ച് പറയുന്ന പാഠത്തു നിന്നാണ് ചോദ്യം. പൊളിറ്റിക്കൽ പാർട്ടീസും അതുപോലെ തന്നെ അവരുടെ ലീഡേഴ്സും ആണ് ചോദ്യം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന എസ് എ ഡാംഗെ, ശ്യാമപ്രസാദ് മുഖർജി, മിനു മസാനി ആൻഡ് അശോക് മേത്ത. ഇതിൽ എസ് എ ഡാംഗെ എല്ലാവർക്കും അറിയുന്നതാണ്. എസ് എ ഡാംഗെ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അപ്പോൾ A4 എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും റൈറ്റ് ആൻസർ. A4 എന്നുള്ളത് ഒരേ ഒരു ഓപ്ഷനിൽ മാത്രം വരുന്നുള്ളൂ, 3ല്. ഓക്കെ, ബാക്കിയുള്ളതിലൊക്കെ ഓപ്ഷൻസ് വ്യത്യാസമുണ്ട്. നമുക്ക് ഉറപ്പിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എ ഡാംഗെ ആണ്. ഒന്നും കൂടി നിങ്ങൾക്ക് ഉറപ്പുവരുത്താം, ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം BJSന്റെ ആണ്. അപ്പോൾ B1 ആണ്, നമുക്ക് ഉറപ്പിക്കാം B1 ആണ്. A4 B1. അപ്പോ ഈ രീതിയിലാണ് ഓപ്ഷൻസ് നമ്മൾ കറക്റ്റ് ആക്കുന്നത്. നമുക്ക് ഒരു മാറ്റ് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ ഈ ക്വസ്റ്റ്യനിലെ. അടുത്ത ചോദ്യം അടുത്തതും ഒരു മാറ്റ് ദ ഫോളോയിങ് ആണ്, അല്ലെങ്കിൽ മാറ്റ് ദ ലിസ്റ്റ് ആണ്. 2022 വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് ക്വസ്റ്റ്യൻസിന്റെ ഘടന ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ, മെർജർ അഗ്രിമെന്റ്, വിശാലാന്ധ്ര മൂവ്മെന്റ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. ലിസ്റ്റ് 1 എടുക്കുന്നു. ലിസ്റ്റ് 2 നിങ്ങൾക്ക് വിശാലാന്ധ്ര മൂവ്മെന്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഏതാണ്? തെലുങ്ക് സ്പീക്കിംഗ് പോറ്റു ശ്രീരാമലു ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾക്കറിയാം. അത് തെലുങ്ക് സ്പീക്കിംഗ് ഏരിയാസ് സെപ്പറേറ്റഡ് ഫ്രം മദ്രാസ് പ്രോവിൻസ്. തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരെ മദ്രാസ് പ്രോവിൻസിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യണം, അവർക്ക് പ്രത്യേക ഒരു സംസ്ഥാനം വേണമെന്നുള്ളതാണ് വിശാലാന്ധ്ര മൂവ്മെന്റ്. അപ്പോ C4 എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ, C4 എന്നുള്ള ഓപ്ഷൻ ആണ് റൈറ്റ് ഓപ്ഷൻ. C4 എന്നുള്ളത് ഒരേ ഒരു ഓപ്ഷനിൽ വരുന്നുള്ളൂ, 2ല് മാത്രം വരുന്നുള്ളൂ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഉറപ്പിക്കാം C4 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ആണ് റൈറ്റ് ആൻസർ. ബാക്കിയുള്ളത് നോക്കാം. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നമുക്കറിയാം എന്താണ്, റീഡ്രോയിങ് സ്റ്റേറ്റ് ബൗണ്ടറീസ്. ഓക്കെ, D3 ആണ് ഓപ്ഷൻ വരുന്നത്. ദെൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ എന്നുള്ളത് സ്റ്റേറ്റ് അഗ്രി ടു ബിക്കം എ പാർട്ട് ഓഫ് യൂണിയൻ ഇന്ത്യ. A2 ആണ്, A രണ്ടാമത്താണ്. ദെൻ മേജർ അഗ്രിമെന്റ് സ്റ്റേറ്റ് യൂണിറ്റ് വിത്ത് സെന്റേഴ്സ്. അപ്പോൾ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹോൾഡ് എലക്ഷൻ ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശം വഴി എലക്ഷൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് നമുക്കറിയാം. അത് മണിപ്പൂരാണ്. മണിപ്പൂർ ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിക്കുന്നതാണ്. ദെൻ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഈ സെഷനിൽ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിഫെക്ഷൻ? എന്താണ് കൂറുമാറ്റം? ഓക്കെ, വെൻ ആൻ ഇൻഡിവിജ്വൽ മൈഗ്രേറ്റ് അനദർ കൺട്രി ഇസ് നോട്ട് എ ഡിഫെക്ഷൻ. പാർട്ടീസ് വിത്ത് ഡിഫറെന്റ് ഐഡിയോളജി, അതും ഡിഫെക്ഷൻ അല്ല. എ ക്യാച്ചി ഫ്രേസ്, അതുമല്ല. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ആൻ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് ലീവിംഗ് ദ പാർട്ടി ഓൺ ഹൂസ് ടിക്കറ്റ് ഹി ഹാസ് ബീൻ എലക്റ്റഡ്. ജയിച്ച പാർട്ടിയിൽ, അതായത് ഒരു സ്ഥാനാർത്ഥി സ്വന്തം പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക്, വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ മോഹിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറുന്നതിനെയാണ് ഡിഫെക്ഷൻ എന്നുള്ളത്. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആന്റി ഡിഫെക്ഷൻ ലോ ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 9th ഷെഡ്യൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. 10th ഷെഡ്യൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. 9th ഷെഡ്യൂൾ ലാൻഡ് റിഫോംസ് ആണ്. 10th ഷെഡ്യൂൾ കൊണ്ടുവന്നിട്ടുള്ള ആന്റി ഡിഫെക്ഷൻ ലോ ആണ്. ആയിരം ഗായറം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത് വഴി ഇതിന്റെ ഒരു ടെക്നിക്ക്, ഇതിന്റെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ഏതൊരു MCQയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. എലിമിനേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ മാറ്റ് ദ ലിസ്റ്റിൽ ഏതെങ്കിലും ഒന്ന് അറിയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഡീകോഡ് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ അടുത്ത ഏരിയാസിൽ 2022 അടുത്ത വീഡിയോസിൽ 2022 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.